ചിരിക്കുമ്പോഴാണ് പുറത്തു നിന്ന് ശബ്ദം കേട്ടത്. ആരുമില്ലേ ഇവിടെ? ഒരു വൃദ്ധയായ സ്ത്രീ അരിയോ മറ്റോ പൊടിക്കാൻ കൊണ്ടുവന്നതാണ്. മില്ലടച്ചല്ലോ അമ്മച്ചി, സണ്ണി പറഞ്ഞു. ഇതൊന്ന് പൊടിച്ചു താ മോനെ സണ്ണിച്ച, അമ്മച്ചി പറഞ്ഞു. ബെൽറ്റെല്ലാം ഊരിക്കഴിഞ്ഞല്ലോ അമ്മച്ചി, ഇനി അത് തിരിച്ചിടാൻ ബുദ്ധിമുട്ടാ. എൻ്റെ ജോലിക്കാരൻ ഒരു സ്ഥലം വരെ പോയിരിക്കുക, അവൻ വരട്ടെ എന്നിട്ട് ചെയ്യാം പോരെ? അപ്പോഴത്തേക്കും എൻ്റെ ബസ് പോകും മോനെ, എങ്ങനെയെങ്കിലും ഒന്ന് പൊടിച്ചു താ, അമ്മച്ചി നിർബന്ധം പിടിച്ചു. ശരി, ഞാൻ നോക്കട്ടെ. സണ്ണി അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് അരിസഞ്ചി കയ്യിൽ വാങ്ങി അകത്തേക്ക് നടന്നു. നീ ഏതാ മോളെ? അമ്മച്ചി അനസൂയയോട് ചോദിച്ചു. ഞാനിവിടെ അടുത്തുള്ളതാ അമ്മച്ചി, അനസൂയ മടിയോടെ പറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കാനായി അനസൂയ വേഗം സണ്ണിയുടെ അടുത്തേക്ക് നടന്നു. സണ്ണി ചുമരിൽ നിന്ന് ബെൽറ്റ് എടുത്ത് മെഷീൻ വീലിൽ കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വീലിൽ കയറ്റുമ്പോൾ മറ്റേ വീലിൽ നിന്ന് അത് ഊരിപ്പോന്നു. 2 തവണ ഇത് ആവർത്തിച്ചപ്പോൾ അനസൂയ മുന്നോട്ട് ചെന്നു. ഞാൻ സഹായിക്കാൻ സണ്ണിച്ച. അവൾ ചെന്ന് ഒരു വീലിൽ ബെൽറ്റ് അമർത്തി പിടിച്ചു. സണ്ണി മറ്റേ വീലിൽ ബെൽറ്റ് ചേർത്ത് വെച്ച് തിരിക്കാൻ തുടങ്ങി. 1-2 തവണ ശ്രമിച്ചപ്പോഴാണ് അതിലെ ബുദ്ധിമുട്ട് അനസൂയയ്ക്ക് മനസ്സിലായത്. അത് കണ്ട് സണ്ണി അവളുടെ അരികിലേക്ക് വന്നു. ഞാൻ കാണിച്ചു തരാം. ചക്രത്തിൻ്റെ ഇടയിലൂടെ അയാൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവളുടെ ശരീരത്തിൽ ഉരസി. ബാലൻസ് തെറ്റി അനസൂയ ഒരു വശത്തേക്ക് വീഴാൻ തുടങ്ങി. സണ്ണി പക്ഷേ പെട്ടെന്ന് അവളെ പിടിച്ചു. സണ്ണിയുടെ ഇടത് കൈ അവളുടെ അരക്കെട്ടിന് ചുറ്റും ചുരിദാറിന് മേലെ കൂടി ഞൊടിയിടയിൽ ഒരു വലയം തീർത്തു. ശ്രദ്ധിച്ച് വീഴല്ലേ. പെട്ടെന്ന് തന്നെ അയാൾ കൈയെടുത്തു. അനസൂയ ചെറിയൊരു ജാള്യതയോടെ അമ്മച്ചിയെ നോക്കി. അമ്മച്ചി തൻ്റെ ബാഗിൽ എന്തോ പരതുകയാണ്. അത് കണ്ട് അവൾക്ക് തെല്ലൊന്ന് ആശ്വാസം തോന്നി. ഭാഗ്യം അമ്മച്ചി കണ്ടില്ല, അവൾ വിചാരിച്ചു. ഇതിങ്ങനെ കുറച്ചുകൂടി ബലത്തിൽ പിടിക്കണോ അനു? സണ്ണി അവളുടെ കൈ പിടിച്ച് ബെൽറ്റിൽ അമർത്തി. ഞാൻ പിടിച്ച് വലിക്കുമ്പോൾ വീല് തിരിയും, അപ്പോൾ കൈ ഉള്ളിൽ കുടുങ്ങാതെ നോക്കണം കേട്ടോ. ശരി, അവൾ അമർത്തി പിടിച്ചു കൊടുത്തു. ഇത്തവണ സണ്ണി ബെൽറ്റ് വലിച്ചപ്പോൾ അത് കൃത്യമായി വീലിന് മുകളിലൂടെ കയറി സെറ്റായി. അയാൾ അവളെ നോക്കി ഓക്കെ എന്ന് ആംഗ്യം കാട്ടി. എന്നിട്ട് അരിസഞ്ചി എടുത്ത് മെഷീനിൻ്റെ പാത്രത്തിലേക്ക് കമഴ്ത്തി. പിന്നെ മെഷീൻ ഓൺ ചെയ്തു. അത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അനസൂയ പിന്നിലേക്ക് മാറി. അരി പെട്ടെന്ന് തന്നെ പൊടിച്ചു തീർന്നു. ഈ മോള് സഹായിച്ചതുകൊണ്ടാ പെട്ടെന്ന് കഴിഞ്ഞതല്ലേ? അമ്മച്ചി അനസൂയയെ നന്ദിയോടെ നോക്കി. നീ ഏതാ കൊച്ചേ? എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, അമ്മച്ചി വീണ്ടും അനസൂയയോട് ചോദിച്ചു. അനസൂയ ഒന്ന് പരുങ്ങി. എൻ്റെ ഒരു സുഹൃത്താ അമ്മച്ചി, സണ്ണി പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ അടുത്താണോ? ഞാൻ മുമ്പെങ്ങും കണ്ടിട്ടില്ല. അമ്മച്ചി വിടുന്ന ഭാവമില്ല. അമ്മച്ചിക്കറിയാൻ വഴിയില്ല. എന്താ ചെയ്യുന്നേ? ഇവിടെ എന്താ വന്നേ? പൈസ മേടിക്കാൻ വന്നതാ അമ്മച്ചി, സണ്ണി പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പൈസ കടം മേടിച്ചിരുന്നു, അത് തിരിച്ച് മേടിക്കാൻ വന്നതാ. അത് പറഞ്ഞ് സണ്ണി അനസൂയയെ നോക്കി കണ്ണിറുക്കി. അനസൂയ ഒരു ചെറു ചമ്മലോടെയും നന്ദിയോടെയും അയാളെ നോക്കി മന്ദഹസിച്ചു. ഓ അത് ശരി, എന്നിട്ടെന്താ കൊടുക്കുന്നില്ലേ? അമ്മച്ചി വീണ്ടും ചോദിച്ചു. എൻ്റെ പണിക്കാരനെ വിട്ടിരിക്കുക ബാങ്കിൽ നിന്ന് കാശെടുക്കാൻ. അതല്ലേ ഇപ്പോൾ അമ്മച്ചി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. അത് ശരിയാണല്ലോ, നീ മുതലാളിയല്ലേ, നീ ഓഫീസിലല്ലേ ഇരിക്കേണ്ടത്, പൈസ മേടിച്ച് പെട്ടിയിലിടാൻ, അമ്മച്ചി പറഞ്ഞു ചിരിച്ചു. അമ്മച്ചി പോയപ്പോഴാണ് അനസൂയയ്ക്ക് ശ്വാസം നേരെ വീണത്. അമ്മച്ചിയുടെ ചോദ്യങ്ങൾ കേട്ട് ഞാൻ കുഴഞ്ഞുപോയി, അവൾ പറഞ്ഞു. ആ അമ്മച്ചി അങ്ങനെയാ. അമ്മച്ചിയുടെ മുമ്പിൽ കടക്കാരനായല്ലേ? അതിനെന്താ, അനസൂയയുടെ മീൻകൃഷി നന്നാവുമ്പോൾ പിന്നെ ഞാൻ കടം ചോദിക്കും, അപ്പോൾ എനിക്ക് തരില്ലേ? പിന്നെ തീർച്ചയായും തരും, ആദ്യം ഒന്ന് രക്ഷപ്പെടട്ടെ.
സണ്ണി തലയാട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. മില്ലിൽ പണിയെടുത്ത് മേലാകെ പൊടിയായല്ലോ. അത് പറഞ്ഞ് അവളുടെ തോളിലും കയ്യിലും പൊടി തട്ടിക്കൊടുത്തു അയാൾ. സ്ലീവ്ലെസ് ആയ കയ്യിൽ തട്ടുമ്പോൾ അയാൾ ചെറുതായി തന്നെ ഒന്ന് തഴിക്കുകയോ എന്നവൾക്ക് സംശയം തോന്നി. വാ, നമുക്ക് ഓഫീസിലിരിക്കാം, അയാൾ പറഞ്ഞു. ജോലിക്കാരൻ പോയിട്ടെന്താ വരാത്തത്? അനസൂയ ചോദിച്ചു. സണ്ണി വേഗം പണിക്കാരനെ ഫോൺ ചെയ്തു. അയാൾ ബാങ്കിൽ ക്യൂവിൽ നിൽക്കുകയായിരുന്നു. എത്ര തിരക്കായാലും സാരമില്ല, പണം കിട്ടിയിട്ടേ വരാവൂ, സണ്ണി നിർദ്ദേശിച്ചു. കുറച്ച് സമയമുണ്ട്, നമുക്ക് ഓഫീസിലിരിക്കാം. സണ്ണി അനസൂയയെ നോക്കി. അവൾ അയാളുടെ കൂടെ ഓഫീസിലേക്ക് നടന്നു. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ചായ ഇടാം. അയാൾ ഓഫീസിൻ്റെ പിറകിലുള്ള മുറിയിലേക്ക് പോയി. ഇവിടെ സെറ്റപ്പൊക്കെ ഉണ്ട്, അനു അകത്തേക്ക് വാ. അയാൾ വിളിക്കുന്നത് കേട്ട് അനസൂയ അങ്ങോട്ട് ചെന്നു. അവിടെ ഒരു മേശമേൽ ഒരു ഇലക്ട്രിക് കുക്ക് ടോപ്പ് ഉണ്ടായിരുന്നു. അതിന്മേലൊരു പാത്രം വെച്ച് പാലൊഴിച്ച് സണ്ണി ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അനസൂയയുടെ കണ്ണുകൾ പക്ഷേ റൂമിൻ്റെ അങ്ങേയറ്റത്തുള്ള കട്ടിലിലാണ് പതിഞ്ഞത്. താനും സണ്ണിയും ഈ റൂമിൽ ഒറ്റയ്ക്കാണെന്നും അവിടെ ഒരു കട്ടിലുണ്ട് എന്നുമുള്ള തിരിച്ചറിവ് അവളെ ചെറുതായി ഒന്ന് ഞെട്ടിച്ചു. ഇതൊക്കെ അവസാനം എവിടേക്കാണ് തന്നെ നയിക്കുന്നതെന്ന് അവൾ ആലോചിച്ചു. പതിയെ പതിയെ താൻ സണ്ണി ആഗ്രഹിക്കുന്ന രീതിയിലാണോ പെരുമാറുന്നത് എന്നവൾക്ക് തോന്നി. ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ 2 മാസമായി തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ താൻ ഒരിക്കലും വിചാരിക്കാത്ത വേറെ എന്തെങ്കിലും കരുത്ത് വെച്ചിട്ടുണ്ടാവുമോ തൻ്റെ വിധി തനിക്കായി? എന്താണ് അനസൂയ ആലോചിക്കുന്നത്? സണ്ണി ചോദിച്ചു. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. സണ്ണി റൂമിലാകെ ഒന്ന് കണ്ണോടിച്ച ശേഷം അവളെ നോക്കി ചിരിച്ചു. ആ കട്ടിൽ കണ്ടിട്ടാണോ ഈ പറയുന്നത്? അനസൂയ ചമ്മിപ്പോയി. ഞാൻ ഇതുവരെ ആ കട്ടിൽ ഉപയോഗിച്ചിട്ടില്ല, അയാൾ പറഞ്ഞു. ഇടയ്ക്ക് കിടന്നുറങ്ങാനല്ലാതെ. അനസൂയയ്ക്ക് അയാളെ നോക്കാൻ ചമ്മൽ തോന്നി. കിടന്നുറങ്ങാനല്ലാതെ പിന്നെ എന്തിനാ കട്ടിൽ? സണ്ണി തിരിഞ്ഞ് അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. അനുവിനറിയില്ലേ പിന്നെ എന്തിനാ കട്ടിലെന്ന്? ഇല്ല, എനിക്കറിയില്ല, അനസൂയ ചിരിച്ചു. ആ ചിരി കണ്ടാൽ അറിയാം അനു എന്താണ് ഓർക്കുന്നതെന്ന്. ഒന്ന് പോ സണ്ണിച്ചാ. അപ്പോൾ അറിയാം, സണ്ണി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. പാലിപ്പോൾ തിളച്ചു പോകും, അതിൽ ശ്രദ്ധിച്ചോ. പാല് നോക്കാനൊക്കെ എനിക്കറിയാം, അതങ്ങനെ ഒന്നും തിളച്ചു പോകില്ല. അനസൂയ ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ആ കട്ടിലേക്ക് ഇരുന്നോളൂ, സണ്ണി പറഞ്ഞു. വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കടോ, അനുവിന് പേടിയുണ്ടോ? പേടിയോ? എന്തിന്? അനസൂയ വേഗം കട്ടിലിൽ പോയിരുന്നു. ഒരാൾക്ക് കിടക്കാനുള്ള വീതി മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അധികം വൃത്തിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ആ പൈസയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ പോകാമായിരുന്നു, അനസൂയ മനസ്സിൽ പറഞ്ഞു. സണ്ണി അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്താ ചിരിക്കുന്നത്? അവൾ ചോദിച്ചു. താനിങ്ങനെ കട്ടിലിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ വേറെ എന്തൊക്കെയോ തോന്നുന്നു. എന്താ അത്? അത് ഞാൻ പറയില്ല. പറയ്, ഞാൻ കേൾക്കട്ടെ. പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോന്നാ. ഇവിടെ ഇപ്പോൾ ആര് കേൾക്കാനാ? സണ്ണി വാതിൽക്കൽ പോയി പുറത്തേക്ക് നോക്കി. പിന്നെ അത് മെല്ലെ അടച്ചു. അനസൂയ ചെറുതായി ഒന്ന് ഭയന്നു. എന്തിനാ വാതിലടയ്ക്കുന്നത്? പെട്ടെന്ന് ആരെങ്കിലും വന്ന് കണ്ടാ ഒന്നുമില്ലെങ്കിൽ അവർക്ക് സംശയിക്കാൻ ഒരു ചാൻസ് കൊടുക്കണോ? എന്നാൽ നമുക്ക് പുറത്തിരിക്കാം. അനസൂയ എണീറ്റു. താൻ അവിടെ ഇരിക്കടോ, ചായ ഇതാ റെഡിയായി. സണ്ണി ചായ 2 കപ്പിലേക്ക് ഒഴിച്ചു. ഒരു കപ്പ് അവൾക്ക് കൊടുത്തു. അനസൂയ നിന്നുകൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങി. താനിവിടെ ഇരിക്കടോ, സണ്ണി അവളുടെ കയ്യിൽ പിടിച്ച് കട്ടിലേക്കിരുത്തി. സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള അവൻ്റെ പിടുത്തം ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവൾ പുറമേ കാണിച്ചില്ല. മെല്ലെ കട്ടിലിരുന്നു. സണ്ണിയും തൊട്ടടുത്ത് തന്നെ ഇരുന്നു. എങ്ങനെയുണ്ട് ചായ? അയാൾ ചോദിച്ചു. കൊള്ളാം.
ഇതാണ് അനുവിന് എൻ്റെ വക ട്രീറ്റ്. ട്രീറ്റോ? അതെന്തിനാ? എനിക്ക് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചതല്ലേ, അതിന് പകരം എൻ്റെ വക ട്രീറ്റ്. ഞാൻ ട്രീറ്റ് തരും, പറ്റിച്ചതൊന്നുമല്ല. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ചിലപ്പോൾ നിനക്ക് കംഫർട്ട് ആവില്ല അല്ലേ? കുറച്ച് പ്രോബ്ലം ഉണ്ട്, എന്നാലും സാരമില്ല, വാക്ക് തന്നതല്ലേ. എന്നാ ഇവിടെ ആക്കാം. ഇവിടെയോ? അതിവിടെ ഈ റൂമിൽ ഞാനും താനും മാത്രം. അയ്യടാ കള്ള, എന്നിട്ടെന്താ പ്ലാൻ? ചായ കുടിക്കാം, കുറച്ച് സ്നാക്സും, ഇഷ്ടപ്പെട്ട സ്നാക്സ് എല്ലാം ഉണ്ടാകും. പിന്നെ എന്താ? പിന്നെ മനസ്സ് തുറന്ന് നമുക്ക് രണ്ടാൾക്കും സംസാരിക്കാൻ ഒരവസരം. എന്താ ഇത്ര തുറന്ന് സംസാരിക്കാൻ? അനുവിന് എന്നോടൊന്നുമില്ലേ പറയാൻ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ഞാൻ മിണ്ടാതിരിക്കുകയൊന്നുമില്ല. എന്നാൽ പിന്നെ അനു ഒരു ദിവസം പറ, അന്ന് ഞാൻ ഈ റൂം റെഡിയാക്കാം. ഇതൊരു മണിയറയാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അനസൂയ കളിയാക്കിയാണ് ചോദിച്ചത്. അത് കേട്ട് പക്ഷെ സണ്ണിയുടെ കണ്ണുകൾ തിളങ്ങി. അനു എന്ന് എസ് പറഞ്ഞാൽ മതി, ഇത് ഞാനൊരു മണിയറയാക്കാം. അയ്യടാ, ആ പൂതി മനസ്സിലിരുന്നോട്ടെ. ശരി, മനസ്സിൽ വെച്ചിരിക്കുന്നു. സംസാരത്തിനിടയിൽ സണ്ണിയും താനും ഇരിക്കുന്ന അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അനസൂയയ്ക്ക് തോന്നി. അവൾ പെട്ടെന്ന് തന്നെ ചായ കുടിച്ചു തീർത്ത് എണീറ്റു. അധിക സമയം കട്ടിലിൽ അയാളുടെ കൂടെ ഇരിക്കുന്നത് നല്ലതല്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. നമുക്ക് പുറത്തേക്കിരിക്കാം, അവൾ നിർദ്ദേശിച്ചു. സണ്ണി തലകുലുക്കി സമ്മതിച്ചു. അനു ഒരു നിമിഷം. അവൾ വാതിൽക്കൽ എത്തിയപ്പോൾ അയാൾ പിന്നിൽ നിന്ന് വിളിച്ചു. അവൾ നിന്നു. തൻ്റെ ചായക്കപ്പ് മേശമേൽ വെച്ച് സണ്ണി അവളുടെ അടുത്തേക്ക് നീങ്ങി. സണ്ണി ഒന്ന് പരുങ്ങി. ഞാൻ അനുവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? അനസൂയ അമ്പരന്നു. എന്താ? താൻ കേട്ടത് തന്നെയാണോ അയാൾ ചോദിച്ചതെന്ന് അവൾക്ക് സംശയം തോന്നി. അനുവിനെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? അയാൾ വീണ്ടും ചോദിച്ചു. എന്തിന്? എന്താ സണ്ണിയുടെ മനസ്സിൽ? ഇഷ്ടം കൊണ്ടാ, പ്ലീസ്. അനസൂയ തല ഇരുവശത്തേക്ക് മനക്കി. അത് വേണ്ട സണ്ണി, ശരിയാവില്ല. ഓക്കെ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല, അയാൾ പറഞ്ഞു. അടുത്ത തവണ പറ്റുമോ? അനസൂയയ്ക്ക് കൈകാലുകൾ വിറയ്ക്കുന്ന പോലെ അനുഭവപ്പെട്ടു. സണ്ണി, ഇതൊന്നുമല്ല ഞാൻ. എന്താ പറയുക? അനു പേടിക്കണ്ട, തനിക്ക് ദോഷമുള്ള ഒന്നും ഞാൻ ചെയ്യില്ല. നമുക്ക് പുറത്തിരിക്കാം സണ്ണി, പ്ലീസ്. അവൾ വാതിൽ തുറന്ന് പെട്ടെന്ന് പുറത്തേക്ക് നടന്നു. ഓഫീസിൽ ഒരു കസേരയിലിരുന്നു. സണ്ണി കുറച്ചു കഴിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. അവളുടെ എതിരെയുള്ള കസേരയിലിരുന്ന് അയാൾ മന്ദഹസിച്ചു. ഞാൻ ബോറായോ? അയാൾ ചോദിച്ചു. ലേശം. അവൾ ചിരിച്ചു. പക്ഷേ ഞാനും ലേശം ബോറായില്ലേ? ഇല്ല, താൻ കൂടുതൽ സുന്ദരിയായി. അയാൾ ചിരിച്ചു. അവളും. അപ്പോഴേക്കും ബാങ്കിൽ പോയ പണിക്കാരൻ തിരിച്ചു വന്നു. കയ്യിൽ 25,000 രൂപയുണ്ടായിരുന്നു. അത് തൻ്റെ മുതലാളിയെ ഏൽപ്പിച്ച് അയാൾ മിന്നിലുള്ളിലേക്ക് പോയി. ഉടനെ തന്നെ സണ്ണി പണം അനസൂയയ്ക്ക് കൈമാറി. അത് ബാഗിൽ വെച്ച ശേഷം അവൾ പോകാനായി എണീറ്റു. പോട്ടെ ഞാൻ? ശരി, അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത തവണ ആകാം. അനസൂയ വാതിലിന് നേരെ നടന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ നിന്നു. കുറ്റബോധം അവളെ അലട്ടാൻ തുടങ്ങിയിരുന്നു. സണ്ണി ഒന്ന് ഇവിടം വരെ വരൂ, അവൾ ആവശ്യപ്പെട്ടു. സണ്ണി അവളുടെ അടുത്തെത്തിയതും അവൾ കൈകൾ വിടർത്തി. വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ. കേട്ടത് വിശ്വസിക്കാനാവാതെ സണ്ണി അവളെ നോക്കി നിന്നു. വേഗം, എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ്, അവൾ പറഞ്ഞു. അത് കേട്ടതും സണ്ണി മുന്നോട്ടാഞ്ഞു. ഒരു നിമിഷം പോലും കളയാതെ അയാൾ അവളെ ആലിംഗനം ചെയ്തു. സണ്ണിയുടെ ആഗ്രഹം സാധിച്ചു തന്നില്ല എന്നിനി പറയില്ലല്ലോ? അവൾ ചോദിച്ചു. ഇല്ല, താങ്ക്സ് അനു, അവൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു.
2-3 സെക്കൻഡ് മാത്രമേ അവർ കെട്ടിപ്പിടിച്ചുള്ളൂ. അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നടന്നു. ഇന്ന് ഞാൻ ഉറങ്ങില്ല എന്ന് തോന്നുന്നു, അയാൾ പിറകിൽ നിന്ന് പറയുന്നത് അവൾ കേട്ടു. അവൾ ചിരിച്ചു. തിരികെ വീട്ടിലേക്കുള്ള വഴിനീളെ ഓട്ടോയിലിരുന്ന് അവൾ ആലോചിച്ചത് തന്നെപ്പറ്റി തന്നെയായിരുന്നു. എന്താണ് താൻ ചെയ്തത്? എന്തിനാണ് താൻ അങ്ങനെ ചെയ്തത്? ഒരാലിംഗനം, അതത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും അങ്ങനെ ചെയ്യാൻ താൻ അനുവദിച്ചല്ലോ. താൻ ഒരു പ്രഹേളികയാണെന്ന് അവൾക്ക് തന്നെ തോന്നി. ഇന്ന് ഞാൻ ഉറങ്ങില്ല. സണ്ണിയുടെ വാക്കുകൾ അവൾ ഓർത്തു. രാത്രി മുഴുവൻ തന്നെയാവും അയാൾ സ്വപ്നം കാണുക. അനസൂയ നാണം കൊണ്ട് കണ്ണുകൾ അടച്ചു കളഞ്ഞു. സണ്ണിക്ക് തന്നോട് അടക്കാനാവാത്ത മോഹമുണ്ട് എന്നവൾക്കറിയാമായിരുന്നു. അന്ന് രാത്രി പക്ഷെ അവൾക്ക് സണ്ണിയെ അല്ല ഓർമ്മ വന്നത്. തന്നെ കണ്ട് മോഹിക്കാൻ പോകുന്ന മറ്റൊരാളെയാണ് അവൾക്ക് ഓർമ്മ വന്നത്, ഹൈദരാലിക്ക്. താൻ കൊടുക്കുന്ന 25,000 മേടിച്ച് അയാൾക്ക് വേണമെങ്കിൽ തിരികെ പോകാം. അല്ലെങ്കിൽ ഇത്രയും ആക്രാന്തമുള്ളൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അനിതയുടെ വാക്കുകൾ അവളുടെ ഓർമ്മയിൽ പ്രതിധ്വനിച്ചു. അവളുടെ മനസ്സിൽ ഭയം കോട്ട കെട്ടി താമസം ആരംഭിച്ചിരുന്നു. ഹൈദരാലിക്ക് നാളെ വരുന്നത് 25,000 കൊണ്ടുപോകാനല്ല, 1,00,000 രൂപ മുഴുവൻ കിട്ടാനാണ്. അതില്ലെങ്കിൽ അയാൾ ഉറപ്പായിട്ടും തൻ്റെ ബെഡ്റൂമിലേക്ക് വരും. ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല അനസൂയയ്ക്ക്. അടുത്ത ദിവസം രാവിലെ അനസൂയ എണീറ്റത് ഒരു മൃതശരീരം പോലെയാണ്. ഏതു നിമിഷവും ഹൈദരാലി വരുമെന്ന തോന്നൽ അവളെ ഒരു ജീവച്ഛവമാക്കി മാറ്റി. എല്ലാം തുറന്നു പറഞ്ഞ് ഭരതേട്ടൻ്റെ കാലിൽ വീഴുക മാത്രമായിരുന്നു അവൾ കണ്ട ഏക പോംവഴി. അതിനാകട്ടെ അവളുടെ മനസ്സവളെ അനുവദിച്ചതുമില്ല. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട പോലെ അവൾ ഇരുന്ന് നീറിപ്പുകഞ്ഞു. ഒരുപാട് ആലോചിച്ചും പ്രാർത്ഥിച്ചും സമയം കളഞ്ഞ ശേഷം മുറിയിൽ സാധനങ്ങൾ അടുക്കി വയ്ക്കുമ്പോൾ തൻ്റെ ഹെൽത്ത് കാർഡ് താഴെ വീണ് കിടക്കുന്നത് അവൾ കണ്ടു. അത് വയ്ക്കാൻ അലമാരയുടെ ഷെൽഫ് തുറന്നപ്പോൾ അതിലൊരു പൊതി അവൾ കണ്ടു. അത് തുറന്നു നോക്കിയ അനസൂയയുടെ കണ്ണുകൾ തിളങ്ങി. 2000-ൻ്റെ നോട്ടുകൾ കെട്ടുകളായി വെച്ചിരിക്കുന്നു. 4 കെട്ടുകൾ. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അനസൂയ ഞെട്ടി. ഹൈദരാലി വന്നു കഴിഞ്ഞു. ധൃതിയിൽ നോട്ടുകെട്ട് അലമാരയിൽ തിരിച്ചു വെച്ച് അവൾ ഉമ്മറത്തേക്ക് നടന്നു. അനസൂയയെ കണ്ട് ഹൈദരലിയുടെ കണ്ണുകൾ തിളങ്ങി. ഇരയെ കാണുന്ന വേട്ടമൃഗത്തെ പോലെ. അകത്തേക്കിരിക്കൂ, അനസൂയ അയാളെ ക്ഷണിച്ചു. അകത്തേക്ക് നടക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ തൻ്റെ ദേഹമാകെ അളന്നെടുക്കുന്നത് അവൾ കണ്ടു. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു. കൈകൾ വിറച്ചു. എന്തു ചെയ്യുമെന്ന് അവൾക്കൊരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. എന്തു പറ്റി അനസൂയ? എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ഇവിടെ വന്നിരിക്കൂ, ഹൈദരാലി പറഞ്ഞു. അനസൂയ പേടിയോടെ അയാളെ നോക്കി. ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. അതൊന്നും വേണ്ട മോളെ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, വേഗം പോണം. അയാളുടെ ധൃതി കണ്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു പ്രത്യാശ തോന്നി. സമയമില്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ഒന്നിനും നിൽക്കാതെ വേഗം പോയേക്കും, അവൾ വിചാരിച്ചു. എന്ന് കരുതി കാശില്ലാതെ ഞാൻ പോകുന്നില്ല കേട്ടോ, അവളുടെ മനസ്സ് വായിച്ചതുപോലെ അയാൾ പറഞ്ഞു. അനസൂയ അയാളെ തുറിച്ചു നോക്കി. ഹൈദരാലി അവളെ കൈമാടി വിളിച്ചു. ഇവിടെ വാടി പെങ്കൊച്ചേ, ഇവിടെ വന്നിരിക്കെ, നമുക്ക് സംസാരിക്കാം. സോഫയിൽ കൈതട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. അയാളുടെ വാടി വിളിയിൽ തന്നെ അനസൂയ ഞെട്ടിത്തരിച്ചു. എന്തൊരധികാര സ്വരം! അയാൾ രണ്ടും കൽപ്പിച്ചാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ആദ്യം അയാൾ തന്നെ അവിടെ ഇരുത്തും, പിന്നെ തറയിലിരുത്തും, പിന്നെ... അനസൂയയുടെ കാലുകൾ വേരുറച്ച പോലെ തറയിൽ അമർന്നു നിന്നു. അനസൂയ ഇവിടെ വരൂ, ഹൈദരലി പിന്നെയും പറഞ്ഞു. ഇത്തവണ കൂടുതൽ ശാന്തമായ സ്വരത്തിലാണ്. ചിന്തയിൽ നിന്നുണർന്ന അനസൂയ പെട്ടെന്ന് തൻ്റെ ഭർത്താവിൻ്റെ അലമാരിയിൽ കണ്ട നോട്ടുകെട്ടുകളെ പറ്റി ഓർത്തു.
ഞാനിതാ വരുന്നു, അവൾ പെട്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് നടന്നു. അലമാരയിൽ നിന്ന് പൈസ എടുത്ത് ഒന്നുകൂടി പരിശോധിച്ചു. ഒരുപാടുണ്ട്. 2000-ൻ്റെ നോട്ടുകൾ, 4 കെട്ടുകൾ, ഒരു കെട്ടിൽ 50 എണ്ണം. 3.25 ലക്ഷം രൂപയാണ് ഹൈദരലിക്ക് കൊടുക്കാനുള്ളത്. അലമാരയിൽ നിന്ന് 3 കെട്ടുകൾ അവൾ എടുത്തു. തൻ്റെ കയ്യിലുള്ള 25,000 ചേർത്താണ് ഹൈദരലിക്ക് കൊടുത്തത്. പണം കണ്ടപ്പോൾ ഹൈദരാലിയുടെ മുഖമൊന്ന് മങ്ങിയത് അവൾ ശ്രദ്ധിച്ചു. കയ്യിൽ കിട്ടിയ ഇര വഴുതി മാറിപ്പോയതിൻ്റെ വിഷമം അയാളുടെ മുഖത്ത് കാണാമായിരുന്നു. മുഴുവനും ഉണ്ടിക്ക, അനസൂയ പറഞ്ഞു. ഹൈദരലി തല കുലുക്കി. മോളുടെ ബിസിനസ് ഒന്നും ശരിയായിട്ടില്ല എന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ കാശ് തന്ന കാര്യം നടന്നില്ല. ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. പക്ഷേ അതിൽ തളരരുത്. ഇനിയും ശ്രമിക്കണം, നന്നായി ശ്രമിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാം. ഇത് മോള് കയ്യിൽ വെച്ചോളൂ. അയാൾ 25,000 രൂപ അവൾക്ക് തിരിച്ചു നൽകി. ആദ്യമൊന്ന് മടിച്ചെങ്കിലും അനസൂയ അത് സ്വീകരിച്ചു. ഇനിയും എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണം. പോകുമ്പോൾ ഹൈദരലി പറഞ്ഞു. വിളിക്കാം. തലകുലുക്കി അനസൂയ അയാളെ യാത്രയാക്കി. ഹൈദരലി പോയിക്കഴിഞ്ഞപ്പോഴാണ് അനസൂയയ്ക്ക് ശ്വാസം നേരെ വീണത്. വലിയൊരു കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം. പക്ഷേ തിരിച്ച് റൂമിലേക്ക് ചെന്നപ്പോൾ വീണ്ടും അവൾക്ക് പരിഭ്രാന്തി വന്നു. 3 ലക്ഷം രൂപ പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ റിയാക്ഷൻ എന്താകുമെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. നല്ല ദേഷ്യം വരും, ചിലപ്പോൾ അടിക്കും. ഓർത്തപ്പോൾ അവൾക്ക് പേടി തോന്നി. ഈശ്വര, ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? അവൾ മേലോട്ട് നോക്കി. കുറെ ആലോചിച്ച് അവൾ ഒരു വഴി കണ്ടെത്തി. തൽക്കാലം ഒന്നും അറിയാത്ത പോലെ നടിക്കാം. താൻ പണം കണ്ടിട്ടുമില്ല, എടുത്തിട്ടുമില്ല. അവൾ തൻ്റെ കയ്യിൽ 25,000 രൂപയിലേക്ക് നോക്കി. സണ്ണി തന്ന അതേ നോട്ടുകൾ. അതെന്ത് ചെയ്യും എന്നവൾ ആലോചിച്ചു. ഹൈദരാലിക്ക് വാങ്ങിയ 3 ലക്ഷം രൂപ മുഴുവനും ഭരത്തേട്ടൻ്റെ അലമാരിയിൽ നിന്നെടുത്തതായിരുന്നു. ഇനി ഒരു കെട്ട് അഥവാ 1 ലക്ഷം രൂപ കൂടി ബാക്കിയുണ്ട് അലമാരിയിൽ. തൻ്റെ കയ്യിലുള്ള 25,000 കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാലോ എന്നവൾ ആദ്യം ആലോചിച്ചു. പിന്നെ മനസ്സിലായി അത് ആന മണ്ടത്തരമാണെന്ന്. അങ്ങനെ ചെയ്താൽ താൻ തന്നെയാണ് പണം എടുത്തതെന്ന് മനസ്സിലാവും. കള്ളന്മാർ പൈസ തിരിച്ചു വയ്ക്കുകയൊന്നുമില്ലല്ലോ. തൽക്കാലത്തേക്ക് 25,000 രൂപ എൻ്റെ കയ്യിലിരിക്കട്ടെ, അവൾ വിചാരിച്ചു. അന്ന് വൈകുന്നേരം ഭരത് വന്നിട്ട് ഉറങ്ങും വരെ അവൾ നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ അന്ന് ഭരത് അതൊന്നും ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെയാണ് അയാൾ പൊതിയിലുണ്ടായിരുന്ന പണത്തിൽ ഒരു ഭാഗം നഷ്ടപ്പെട്ട കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ഇരുന്ന ബാക്കി ക്യാഷ് എവിടെ? അയാൾ ചോദിച്ചു. അനസൂയ അടുക്കളയിലായിരുന്നു. എന്ത് കാശ്? അവൾ ചെന്ന് ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ഇവിടെ എൻ്റെ അലമാരിയിൽ ഇരുന്ന 3 ലക്ഷം രൂപ കാണാനില്ല. ഭരത്തേട്ട, അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ശരിക്കും നോക്ക്. കോപ്പ്, എനിക്കറിയാം ഞാൻ കാശ് വെച്ചത് എവിടെയാണെന്ന്. എന്നാൽ പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിനാ? അനസൂയ ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് പോയി. ഭരത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് അവൾ കേട്ടു. കാതു പൊത്താനാണ് അവൾക്ക് തോന്നിയത്. കുറച്ചു കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് ചെന്നപ്പോൾ അലമാരയിലുള്ള തുണിയെല്ലാം വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട് ഭരത്. അയ്യോ, ഇതെന്താ ചെയ്യുന്നേ? ഈ തുണിയെല്ലാം കേടുവരും. ഭരത് അവളെ ഒന്ന് നോക്കി. നിൻ്റെ ഒരു തുണി? ഇവിടെ 3 ലക്ഷം രൂപ കാണാനില്ല. അപ്പോഴാ അവളുടെ ഒരു തുണി. മേശമേലിരുന്ന ബാക്കി 1 ലക്ഷം രൂപയുടെ കെട്ട് അവൾ കണ്ടു. താണ്ടിയിരിക്കുന്നു കാശ് ഇവിടെ. എന്തിനാ നിങ്ങൾ അവിടെ പോയി തപ്പുന്നത്? അവൾ ചൂണ്ടിക്കാട്ടി. ഭരത് അവളെ അടിക്കാൻ കൈയോങ്ങി. പക്ഷെ അടിച്ചില്ല. അനസൂയ പേടിച്ച് പുറകിലോട്ട് മാറിക്കളഞ്ഞു. അവളുടെ തല ചുമരിൽ പോയി ഇടിച്ചു. ഭരത് വീണ്ടും അവളെ തീക്ഷണമായ കണ്ണുകളോടെ നോക്കി. എടി പോത്തേ, ഇതെൻ്റെ കയ്യിലുള്ള ബാക്കി 1 ലക്ഷം രൂപയാണ്. മൊത്തം 4 ലക്ഷം രൂപയുണ്ടായിരുന്നു. ചുമരിൽ ഇടിച്ച അനസൂയയുടെ തല വേദനിച്ചു. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. താനാണ് പണം എടുത്തതെന്ന് ഒരിക്കലും ഇയാളോട് പറയാൻ പോകുന്നില്ല എന്ന് ആ നിമിഷം അവൾ ഉറച്ചു തീരുമാനിച്ചു. അനസൂയ തല തടവിക്കൊണ്ട് കുറച്ചു നേരം അവിടെ നിന്നു. എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഭരത് പറഞ്ഞു.
ഇതേത് കള്ളനാ 4 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം മാത്രം എടുത്ത് ബാക്കി 1 ലക്ഷം അവിടെ തിരിച്ചു വെച്ച് പോകുന്നത്? അനസൂയയ്ക്ക് താൻ ചെയ്തത് മണ്ടത്തരമായോ എന്ന് സംശയം തോന്നി. മുഴുവനും എടുക്കണമായിരുന്നു. എന്തേലും അത്യാവശ്യമുള്ള കള്ളനായിരിക്കും, അവൾ പറഞ്ഞു. ഭരത് വീണ്ടും അവളെ നോക്കി. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പോണു. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ഓടി. കുറച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഊണുമേശയിൽ എടുത്തു വെച്ച് അവൾ അയാളെ വിളിച്ചു. ഊണ് കഴിക്കാൻ വരുന്നില്ലേ? ഇന്നെനിക്കൊരു മയിലും വേണ്ട, ഭരത് പറഞ്ഞു. അയാളുടെ ദേഷ്യം കണ്ട് അനസൂയയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. സത്യം പറയാതിരുന്നത് വളരെ നന്നായി. ഇല്ലെങ്കിൽ ഇയാൾ തന്നെ തലക്കടിച്ചു കൊന്നേനെ. കോപ്പ്, ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും? ഭരത് പെറുപെറുത്തു. ബാങ്കിൽ നിന്ന് എടുത്തൂടെ? അനസൂയ ചോദിച്ചു. ഏത് ബാങ്കാ തുറക്കുക? ഇന്ന് 2-ാം ശനിയല്ലേ, നാളെയും തുറക്കില്ല. അപ്പോൾ മറ്റന്നാൾ എടുക്കണം. ഇന്ന് അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് മറ്റന്നാൾ ചെന്നാൽ നടക്കുമോ? അപ്പോഴത്തേക്ക് അത് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. താൻ ചെയ്തത് വളരെ തെറ്റായിപ്പോയി എന്ന് അനസൂയയ്ക്ക് കുറ്റബോധം തോന്നി. പക്ഷെ പിന്നെ വിചാരിച്ചു, സാരമില്ല, അങ്ങനെ ആ സമയത്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ വേറെ എന്ത് നടന്നേനെ എന്നവൾക്ക് ഓർക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഭരതേട്ടൻ അഡ്വാൻസൊക്കെ കൊടുത്ത് സ്ഥലം മേടിക്കുമായിരുന്നു. പക്ഷെ അതേസമയം ഇവിടെ തൻ്റെ ഭാര്യയെ ഹൈദരലി എന്ന വൃദ്ധൻ ചെയ്തേക്കാമായിരുന്നത് അയാൾ അറിയുമായിരുന്നില്ല. താൻ ചെയ്തത് വളരെ ശരിയായ കാര്യമാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഭരത് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോയി. അനസൂയ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അയാൾ തിരിച്ചു വന്നു. അയാളുടെ കാറിന് പിറകിൽ ഒരു പോലീസ് ജീപ്പും ഉണ്ടായിരുന്നു. ജനലിലൂടെ ആ കാഴ്ച കണ്ട് അനസൂയ ഭയന്ന് വിറച്ചു. ഈശ്വരാ, അവൾ നെഞ്ചിൽ കൈവച്ചു. ഇത്ര പെട്ടെന്ന് ഭരത് പോലീസിൽ പരാതി കൊടുക്കുമെന്ന് അവൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പുറത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ധൈര്യം വന്നില്ല. കുറച്ചു കഴിഞ്ഞ് കോളിംഗ് ബെല്ല് ശബ്ദം കേട്ട് അവൾ വീണ്ടും ഞെട്ടി. ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന് അവൾക്ക് തോന്നി. മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. താനാണ് കള്ളി എന്നെല്ലാവരും അറിയും. ഭരതേട്ടൻ വേണ്ടിയത് പുറത്താക്കും. കെട്ടിയോൻ്റെ കാശ് കക്കുന്ന കള്ളി എന്ന ചീത്തപ്പേര് വീരും. നാട്ടുകാരറിയും. സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ട് വേറെയും അപവാദ പ്രചരണം നടക്കും. മരണമണി പോലെ കോളിംഗ് ബെല്ല് വീണ്ടും അടിച്ചു. വിറയാർന്ന കൈകൾ കൊണ്ട് വാതിൽ തുറക്കുമ്പോൾ അവളുടെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഈ സ്റ്റോറി? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ ഈ സ്റ്റോറിക്കൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. പക്ഷേ ഈ പാർട്ടിൻ്റെ റീച്ച് എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ടേ ഞാൻ സെക്കൻഡ് പാർട്ട് ഇടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നുള്ളൂ. അപ്പം ഇതിന് നല്ല വ്യൂസും ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വിത്ത് ലവ്, അലീന.